വളരെ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് നമുക്ക് വരുന്ന മുന്തിരിത്തോപ്പുകൾ. മൈസൂരിലായിരുന്നു എൻ്റെ ഷൂട്ടിങ്. മൈസൂരിൽ നല്ലൊരു ഭാഗം ഷൂട്ട് ചെയ്തു. ബാക്കി മുന്തിരിത്തോട്ടമൊക്കെ ഷൂട്ട് ചെയ്തത് ബാംഗ്ലൂരാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മോഹൻലാലും ശാരിയും. അവർ രണ്ടുപേരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അതിൻ്റെ പ്രത്യേകത ബിബ്ലിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബിബ്ലിക്കൽ കൊട്ടേഷൻ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബൈബിളിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് പ്രണയവും സാധാരണ ജീവിതമായിട്ട് ബന്ധപ്പെടുന്ന ഒരു രീതി അത് ഭയങ്കര കണ്ടെത്തലായിരുന്നു സാറിനെ സംബന്ധിച്ചോളം. പിന്നെ അതിൻ്റെ പ്രമേയം, ആ ചിത്രത്തിൻ്റെ ഫോട്ടോഗ്രാഫി, വേണുവിൻ്റെ ഫോട്ടോഗ്രാഫിക്ക് നാഷണൽ അവാർഡ് കിട്ടി മുന്തിരിത്തോപ്പുകളിൽ. അതുപോലെ തിലകൻ്റെ പെർഫോമൻസിന് അദ്ദേഹത്തിന് നാഷണൽ അവാർഡ് കിട്ടി. പൈലോക്കാരൻ തിലകൻ ചേട്ടൻ. അതിനപ്പുറം ഒരു കഥാപാത്രം പറയാനില്ല ആ കാലഘട്ടത്തിൽ. അനശ്വരനായ നടൻ എന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഒരാൾ. അതിന് മോഹൻലാലിൻ്റെ പെർഫോമൻസ് എന്താ ഒരു വളരെ അയത്നലളിതമായിട്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്തു. ആ വേഷം, സംഭാഷണവും കാര്യങ്ങളൊക്കെ തന്നെ. സംഗീതത്തിനെ കുറിച്ചാണെങ്കിൽ ONV സാറും ജോൺസൺ മാഷും ദാസേട്ടനൊക്കെ ചേർന്നിട്ട് ഒരു മായാ പ്രപഞ്ചം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞല്ലേ, പവിഴം പോൽ പവിഴാധരം പോൽ എന്നുള്ള സോങ്ങൊക്കെ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ കുടുശോഭയഴും നിറമുന്തിരിനിൻ മുഖസൗരഭമോ പകരുന്നു പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ആകാശമാകെ എന്ന പാട്ടിൽ അരമണിക്കൂർ കൊണ്ട് മൈസൂർ നഗരം ഒന്ന് ഓടിച്ച് കാണിച്ചു തരാമെന്ന് പറയുന്നൊരു നായകനും ആ നായക കഥാപാത്രത്തിന് തുല്യമായ പ്രാധാന്യം ഈ ഗാനരംഗങ്ങളിൽ ആ ടാങ്കർ ലോറിക്കുമുണ്ട്. പാട്ടിൻ്റെ ആലാപന രീതി, നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ വളരെ കൺട്രോൾഡ് ബട്ട് ഓപ്പൺ ആയിട്ടുള്ളൊരു സിംഗിങ്, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്നുള്ളത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അത് വൈഡ് ഓപ്പൺ ആയിപ്പോവും, അല്ലെങ്കിൽ വളരെ കൺട്രോൾഡായി പാടി അതിൻ്റെ ഒരു ഭംഗി തീരെ ചോർന്നു പോകുന്നൊരു സിറ്റുവേഷനിലുണ്ട്. ഈ ഒരു ടെക്നിക്ക് ഓരോ തവണ കേൾക്കുമ്പോഴും നമ്മൾ പാടുന്ന ഇതല്ലല്ലോ എന്ന് തോന്നുന്ന ഒരു ആലാപന രീതിയാണ്. ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൾ വരൂ ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൾ വരൂ പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീ വരൂ ആകാശമാകെ. പത്മരാജൻ ചിത്രങ്ങളിൽ തീർത്തും വ്യത്യസ്തമായ ചിത്രമാണ് തൂവാനത്തുമ്പികൾ. അന്നും ഇന്നും പ്രസക്തമാണ് ഈ ചിത്രം. അന്നും ഏറെ വിവാദങ്ങളുണ്ടാക്കി, ഇന്നും അത് തന്നെ. കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ക്യാരക്ടർ, സുമലതയുടെ ക്യാരക്ടറൊക്കെ തന്നെ ധൈര്യമായി ഒരാൾ കൈവയ്ക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല, ഒരു ക്യാരക്ടറല്ല. എൻ്റെ അറിവും ഓർമ്മയും ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയിലെ ക്ലാര എന്ന കഥാപാത്രത്തെ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്തതാണ് തൂവാനത്തുമ്പികൾ. അതിലെ ജയകൃഷ്ണൻ, തൃശ്ശൂർ ഭാഷയുമായി വരുന്ന മോഹൻലാലിൻ്റെ ക്യാരക്ടർ വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണത്. അതുപോലെ തന്നെ അതിനകത്ത് ഓരോ ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സ്. അതിനകത്ത് സുലക്ഷണയുടെ ചേട്ടത്തിയുണ്ട്, പിന്നെ അമ്പിളിച്ചേട്ടൻ ജഗദീഷ് ചെയ്തിട്ടുള്ള കുടിവെടുപ്പുകാരൻ്റെ വേഷമുണ്ട്. അത് എനിക്ക് ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നമ്മുടെ നമ്പൂരി സാറിൻ്റെ ഒരു ബ്രോക്കറുടെ ക്യാരക്ടറുണ്ട്. ഇതെല്ലാം തന്നെ വളരെ വ്യത്യസ്തമാണ്. അതിനകത്ത് ഗാനങ്ങളും അത് തന്നെ. പെരുമ്പാവൂർ സാറാണ് അതിനകത്ത് ഗാനങ്ങൾ സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ലളിതഗാനങ്ങൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ സ്റ്റൈൽ ഓഫ് മ്യൂസിക് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം എനിക്കൊരു ഫോൺ വരികയാണ്, എൻ്റെ അടുത്ത പടത്തിൽ മ്യൂസിക് രവിയാണ് ചെയ്യുന്നത്. അതാണ് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യത്തിൻ്റെ ഏറ്റവും എൻ്റെ സംഗീതപരമായിട്ടുള്ള സംവിധാനം എന്നുള്ള ഇതിലെ ഏറ്റവും ഭാഗ്യ ദിവസം എന്ന് പറയുന്നത് അതാണ്. ആദ്യത്തെ പാട്ട് ആണ് ഒന്നാം രാഗം പാടി ഉള്ള പാട്ട്. അപ്പോൾ എൻ്റെ അടുക്ക പറഞ്ഞു, വടക്കുന്നാഥൻ എന്നുള്ളൊരു അമ്പലം ഉണ്ടെന്ന് വിചാരിച്ച് ഡിവോഷണലേ അല്ല എന്നോ. അത് എടുത്തു പറഞ്ഞു, നിങ്ങൾ വിചാരിക്കും വടക്കുന്നാഥൻ അപ്പോൾ ഒരു ഇതൊക്കെ ചേർക്കാം, പക്ഷെ ഒരു ഡിവോഷണൽ സോങ്ങേ അല്ല, ഒരു ലവ് സോങ്ങാണ്. ഒന്നാം രാഗം പാടി
ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുന്നാഥന്റെ മുമ്പേ. പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനും അനുരാഗിയാമമ്പലത്താവേ.